ത്രാസിമേനോ. സിസ്റ്റർ ഉഷ ജോർജിന്റെ ചെറുകഥ. ശബ്ദം ലാലിമ. ഉബ്രിയ മേഖലയിലെ പെറുജ എന്ന പ്രവിശ്യയിലെ ഒരു ടെക്ടോണിക് തടാകമാണ് ത്രാസിമേനോ തടാകം. ഇതിന് 128 കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഈ തടാകത്തിന്റെ സവിശേഷത ഇതിലെ ജലത്തിന് ചാര പച്ച നിറമാണെന്നുള്ളതാണ്. അതിനു ചുറ്റും വളരെ മനോഹരമായ പൈൻമരങ്ങൾ വളർന്നു നിൽപ്പുണ്ട്. ത്രാസിമേനോ തടാകവും അതിന്റെ വശ്യ സൗന്ദര്യവും ആരെയും ആകർഷിക്കുന്നതാണ്. റോമൻ കാലം മുതൽ ഇത് ഉംബ്രിയൻസ്, എട്രൂസക്കൻസ്, ഗാലി എന്നിവരുടെ അതിർത്തി പ്രദേശമായിരുന്നു. ഈ ഉൽപാദന താഴ്വര പിയാവെ നാടായി മാറി. മാതാവിന്റെ അത്ഭുതങ്ങളുടെ നിഗൂഢതയും ദരിദ്രരുടെ പ്രതീക്ഷയായ വിശുദ്ധനായ ഫ്രാൻസിസിന്റെ സാന്നിധ്യവും നിറഞ്ഞ നാട്. കഠിനമായ രോഗബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് നിർമ്മിച്ച ഇടവക പള്ളിയും ആശ്രമ സങ്കേതങ്ങളും നിറഞ്ഞ നാടായി മാറി ഈ ത്രാസിമേനോ താഴ്വര. മനോഹരമായ ത്രാസിമേനോ തടാകക്കരയിൽ സുന്ദരമായ ഒരു കുളമുണ്ടായിരുന്നു. ആ പ്രദേശത്തെ സുന്ദരിയായ ഈ കുളം എല്ലാവരിലും കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു. ഒരു സായം സന്ധ്യയിൽ സൂര്യദേവൻ അസ്തമിക്കാൻ മടി കാണിച്ചു നിൽക്കുന്നു. കുളത്തിലെ ആമ്പൽ പൂവിൽ നിന്ന് ഒരു ദീനരോദനം കേട്ടു. പൂമ്പാറ്റ അവളുടെ അടുത്തെത്തി ചോദിച്ചു, വസന്തപുഷ്പമേ, ചാരുലതേ, നീ വിതുമ്പുകയാണോ? എന്തുപറ്റി നിനക്ക്? ആമ്പൽ പൂവ് പൂമ്പാറ്റയോട് മൊഴിഞ്ഞു. നോക്കൂ പ്രിയ പൂമ്പാറ്റെ, ഈ സായം സന്ധ്യയിൽ സൂര്യദേവന് പ്രകൃതിയോട് വിട പറയാൻ വല്ലാത്ത മടി. സൂര്യദേവന്റെ ചെങ്കതിർ എന്നെ തഴുകാൻ വരുന്നു. എനിക്ക് പക്ഷേ അവന് വേണ്ടി വിടരാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ചന്ദ്രനെ മാത്രം മതി. പൂമ്പാറ്റ ചുറ്റും നോക്കി. രാത്രി ഏറെയാകാൻ പോകുന്നു. സൂര്യൻ അസ്തമിക്കുന്നതേയില്ല. സൂര്യഭഗവാൻ വെട്ടിത്തിളങ്ങി അങ്ങനെ നിൽക്കുന്നു. സൂര്യകാന്തി പൂവ് അവളുടെ ഗർവ് കാണിച്ച് സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. ആമ്പൽപ്പൂവ് വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു, നോക്കൂ, സൂര്യകാന്തിയുടെ ഭാവം കണ്ടാൽ ഞാനും അവനെ സ്നേഹിക്കണമെന്നാണ്. നിശയുടെ യാമങ്ങളിൽ മാത്രം വിരിയുന്ന ഞാൻ ചന്ദ്രദേവന് വേണ്ടി മാത്രമുള്ളതാണ്. ആമ്പൽപ്പൂവിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. പൂമ്പാറ്റ എന്ത് ചെയ്യണമെന്നറിയാതെ സൂര്യനെ നോക്കി ദേഷ്യപ്പെട്ടു. സൂര്യദേവ, അങ്ങ് കാണിക്കുന്നത് മഹാമോശമാണ്. ഈ ആമ്പലൊന്ന് വിടർന്നോട്ടെ. അവളുടെ ചന്ദ്രദേവൻ വരാൻ സമയമായിരിക്കുന്നു. സൂര്യൻ പൂമ്പാറ്റയോട് ചോദിച്ചു, ആര്, നീയാണോ ആമ്പൽപ്പൂവിനു വേണ്ടി രാത്രിയാകാൻ പറയുന്നത്? ഞാൻ പോയാൽ പൂമ്പാറ്റെ, നിനക്ക് പിന്നെ ജീവനുണ്ടോ? നിനക്ക് നിന്റെ മണിക്കൂറുകളേക്കാൾ ജീവനാണോ ആമ്പൽപ്പൂവിന്റെ കണ്ണുനീർ? പൂമ്പാറ്റ പറഞ്ഞു, സൂര്യദേവ, ഞാൻ പകലന്തിയോളം പരാഗണം നടത്തി സന്തുഷ്ടയാണ്. ആമ്പൽ തൻ്റെ കാമുകനായ ചന്ദ്രനെ കാത്ത് അവനു വേണ്ടി മാത്രം വിടരാൻ കൊതിച്ച് കാത്തിരിക്കുകയാണ്. പ്രപഞ്ചം ഇരുട്ടായെങ്കിൽ മാത്രമേ അമൃതരശ്മിക്ക് വരാനാകൂ. അവർക്ക് രണ്ടുപേർക്കും പ്രണയിക്കാനാവൂ. നീയും സൂര്യകാന്തിയും മാത്രം പ്രണയിച്ചാൽ മതിയോ? മറ്റുള്ളവർക്ക് വേണ്ടിയും വഴിമാറി കൊടുത്തുകൂടെ? സൂര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എൻ്റേതാണ്. എന്തുകൊണ്ട് ആമ്പലിന് എന്നെ സ്നേഹിച്ചുകൂടാ? ചന്ദ്രൻ എന്താണ് ഇത്ര പ്രത്യേകത? ഞാനല്ലേ എല്ലാത്തിനേക്കാളും വലിയവൻ? പൂമ്പാറ്റ പറഞ്ഞു, ദേവ, എത്ര ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ എന്തുകൊണ്ട് ഈശ്വരൻ ആമ്പലിനെ പകൽ വിരിയിപ്പിച്ചില്ല? അപ്പോൾ ഈശ്വരൻ ഓരോന്നിനും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യദേവൻ ഈ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദിത്യൻ പറഞ്ഞു, നോക്ക്, ആമ്പൽ എനിക്ക് വേണ്ടി വിരിയണം, വിരിഞ്ഞിരിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റും മഴയും വന്നെത്തി. സൂര്യന്റെ അഹന്ത കുറയ്ക്കും വിധം കാർമേഘം സൂര്യനെ മറച്ചു. അതിശക്തമായ പേമാരിയിലും കാറ്റിലും പൂമ്പാറ്റ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ അന്ത്യം വളരെ ഭയാനകമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ അവളെ പ്രകൃതി തന്നെ ക്രൂരമായി കൂട്ടിക്കൊണ്ടുപോയി. പൂമ്പാറ്റയുടെ ചിറകുകൾ കുത്തിമറിയുന്ന ജലം ദൂരേക്ക് കൊണ്ടുപോയി. സൂര്യകാന്തി പൂവ്
കാറ്റിലും മഴയിലും ആടിയുലഞ്ഞ് തല താഴ്ത്തി നിന്നു. ആദിത്യനും പൂർണ്ണമായും മറഞ്ഞിരുന്നു. ആമ്പൽപ്പൂവ് ദയനീയമായി തന്നെ കണ്ണുനീർ തൂകിക്കൊണ്ടിരുന്നു. പൈൻമരങ്ങൾ അവൾക്ക് രക്ഷയ്ക്കായി ഉണ്ടായിരുന്നതുകൊണ്ട് മഴ അവളെ അധികം തൊട്ടില്ല എന്നേ ഉള്ളൂ. കുറച്ചു നേരത്തേക്ക് പ്രകൃതി ദയനീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ശാന്തയായി. സൂര്യൻ ഓടി ഒളിച്ചു. ചന്ദ്രൻ വന്നതുമില്ല. ആ ഇരുണ്ട രാത്രി പ്രകൃതിക്ക് തന്നെ എന്തോ വൈകൃതം വന്നതുപോലെ തോന്നി. മഴക്കാർ നിലയ്ക്കുന്നില്ല. കാർമേഘം ഇരുണ്ടുകൂടി തന്നെ ഇരിക്കുന്നു. വീണ്ടും എല്ലാത്തിനെയും നശിപ്പിക്കുന്ന രൂപത്തിൽ അതിശക്തമായ കാറ്റ് വന്നെത്തി. പൂമ്പാറ്റയുടെ ശരീരം ആ കാറ്റിൽ ആകാശത്തേക്ക് പറന്നുയർന്നു. അത് കണ്ട് ആമ്പൽപ്പൂവ് വിങ്ങിപ്പൊട്ടി. അതാ കാർമേഘം മാറി മാറി വരുന്നു. ചന്ദ്രക്കല ഒളി കണ്ണുകളാൽ തന്നെ നോക്കി വരുന്നതായി തോന്നി. അതെ, ചന്ദ്രൻ ഉദിച്ചു വന്ന് അവന്റെ കിരണങ്ങൾ ആമ്പലിൽ തട്ടി. ആമ്പൽ മനോഹര ദളങ്ങളായി വിരിഞ്ഞു. അവൾ ചന്ദ്രനെ സുഗന്ധത്താൽ വരവേറ്റു. ആമ്പൽ പൂവുകളിൽ വെണ്മയാർന്നവളും സുരഭിലയുമായ പുഷ്പം ചന്ദ്രനോട് ചോദിച്ചു, നീ പൂമ്പാറ്റ പറന്നു വരുന്നത് കണ്ടുവോ? ചന്ദ്രൻ അല്പം ഗൗരവത്തോടുകൂടി ചോദിച്ചു, എന്ത്? പൂമ്പാറ്റയെക്കുറിച്ചാണോ അതോ എന്നെക്കുറിച്ചാണോ നീ കൂടുതൽ ചിന്തിക്കുന്നത്? ആമ്പൽ പൂവ് പറഞ്ഞു, പ്രിയനെ, പ്രേമത്തെക്കാൾ മനോഹരമായത് ആർദ്രതയാണെന്ന് ഞാൻ കണ്ടെത്തി. അവൾ തുടർന്ന് പറഞ്ഞു, എന്നോട് ആർക്കും തോന്നാത്ത സ്നേഹവും കരുണയും പൂമ്പാറ്റയിലാണ് ഞാൻ കണ്ടത്, അനുഭവിച്ചത്. ചന്ദ്രൻ ചോദിച്ചു, എൻ്റെ സ്നേഹം, അതിൽ കരുണ, ആർദ്രത ഇതൊന്നുമില്ല എന്നാണോ നീ പറയുന്നത്? നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. കണ്ടില്ലേ പ്രകൃതിയുടെ സംഹാര താണ്ഡവം? ആമ്പൽപ്പൂവ് അതീവ ദുഃഖിതയായി പറഞ്ഞു, എനിക്കറിയാം. നീ എനിക്ക് വേണ്ടിയല്ല വന്നത്, മറ്റുള്ള എല്ലാ വെണ്മയാർന്ന പുഷ്പങ്ങൾക്കും വേണ്ടിയാണ്. എല്ലാവരും നീ വരുമ്പോൾ വിരിയും, പക്ഷേ ഞാൻ മാത്രം നിന്നെ കാത്തു നിൽക്കും. വേണ്ട, എനിക്ക് വേണ്ട നിന്റെ സ്നേഹം, ആമ്പൽപ്പൂവ് കോപത്തോടെ പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു, നോക്കൂ പൊൻപൂവേ, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് വന്നത്. നിന്റെ പൂമ്പാറ്റയുടെ ആത്മാവ് മേഘങ്ങളോട് കരുണയോടുകൂടി കെഞ്ചി നിനക്കായി എന്നെ വരുത്താൻ. ഒരു വെറും പൂമ്പാറ്റയുടെ ആത്മാവ് സുന്ദരിയായ ഒരു പൂവിന് അവളുടെ പ്രിയനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞത് മേഘത്തിന് സഹിക്കാനായില്ല. അങ്ങനെ പൊൻപൂവേ, നിന്നെ മാത്രം കാണാൻ, നീ സന്തോഷവതിയായി ഇരിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പോകുകയാണ്. മേഘം എനിക്കായി കുറച്ച് നിമിഷങ്ങളെ തന്നിട്ടുള്ളൂ. അവൾക്കിനിയും പെയ്തിറങ്ങണം. അവളെ കാത്ത് പുൽച്ചെടികളും പുഞ്ചപ്പാടങ്ങളും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരെയും സന്തോഷിപ്പിക്കേണ്ടേ? നമ്മൾക്ക് മനുഷ്യരെ പോലെ സ്വാർത്ഥമതികളാകാൻ പറ്റുമോ? ഞാൻ പോയി വരാം. ആമ്പൽപ്പൂവ് സംതൃപ്തയായി. മനുഷ്യൻ എന്നെ അടർത്തിയെടുത്ത് ദൈവത്തിന്റെ കഴുത്തിൽ ചാർത്തുന്നു. എന്നിട്ടോ? സൂര്യനും ചന്ദ്രനും മേഘവും മഴയും കാറ്റും പൂമ്പാറ്റയും സൂര്യകാന്തിയും പുൽച്ചെടികളും എന്ത് പവിത്രതയാർന്നവരാണ്! അവൾ ഇപ്പോഴാണ് പ്രേമത്തിന്റെ ഭാവങ്ങൾ മനസ്സിലാക്കിയത്. പ്രകൃതിയിലെ ഈശ്വര ചൈതന്യമാണ് ഏറ്റവും വലിയ ദിവ്യപ്രണയം.